പ്രാണന് തുല്യം ഭാരതത്തിനെ സ്നേഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും ഇതൊരു സന്തോഷ വാർത്തയാണ്. അയൽ രാജ്യമായ പാകിസ്ഥാൻ വലിയൊരു തകർച്ചയുടെ വക്കിലാണ്. കൃത്യമായി പറഞ്ഞാൽ പാപ്പരായ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. കയ്യിലുള്ള അവസാനത്തെ കാശും തീർന്നതോടെ സാമ്പത്തിക രംഗം പിടിച്ചു നിർത്താൻ മറ്റു വഴികളില്ലാതെ കടുത്തതും ദയനീയവുമായിട്ടുള്ള നടപടികൾക്ക് അവർ നിർബന്ധിതരായിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ കടുത്ത നടപടികൾ എന്നറിയാമോ? രാജ്യത്തെ ഫെഡറൽ പ്രൊവിൻഷ്യൽ സർക്കാരുകളുടെ അനാവശ്യ ചെലവുകൾ ഒറ്റയടിക്ക് 20% വെട്ടിക്കുറച്ചു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇനി മുതൽ സർക്കാർ ചെലവിൽ സുഖിക്കേണ്ട എന്നാണ് തീരുമാനം. സർക്കാർ ഉപയോഗിക്കുന്ന 60% ഔദ്യോഗിക വാഹനങ്ങളും ഇനി നിരത്തിൽ ഇറക്കില്ല. 60%. വാഹനങ്ങളിൽ പെട്രോൾ അടിക്കാനുള്ള കോട്ടയും 50% വെട്ടിക്കുറച്ചു. ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ വിമാനത്തിൽ ബിസിനസ് ക്ലാസ് യാത്രയില്ല. മന്ത്രിമാരും ഉപദേഷ്ടാക്കളും അടുത്ത 2 മാസത്തേക്ക് മുഴുവൻ ശമ്പളവും എടുക്കാൻ പാടില്ല. ജനപ്രതിനിധികൾ ശമ്പളത്തിൽ 25% കുറവ് വരുത്തണം. പോരാത്തതിന് മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്ന ഗ്രേഡ് 20 ഉദ്യോഗസ്ഥരോട് അവരുടെ 2 ദിവസത്തെ ശമ്പളം വേണ്ടെന്ന് വെക്കാനും സർക്കാർ കെഞ്ചിയിരിക്കുകയാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ മാത്രം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. ഇത്ര പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് കാരണം എന്താണെന്നറിയാം? പശ്ചിമേഷ്യയിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് പാകിസ്ഥാന്റെ ബാക്കിയുള്ള നട്ടലുകൂടി ഇപ്പോൾ ഒടിച്ചിരിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ആക്രമണം ആരംഭിച്ചതോടെ ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയർന്നു. ഇതിനു പുറമെ 100 കണക്കിന് വാണിജ്യ കപ്പലുകൾ ഇറാനും ഒമാനും ഇടയിലുള്ള കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പാകിസ്ഥാന്റെ MT കറാച്ചി എന്ന എണ്ണ കപ്പൽ ഇറാൻ അധികൃതരുടെ പ്രത്യേക അനുമതിയോടെ ഏകദേശം 1,09,000 ടൺ ക്രൂഡ് ഓയിലുമായി മാർച്ച് 15-ന് ഹോർമൂസ് കടലിടുക്ക് കടന്ന് ഇന്ന്, അതായത് മാർച്ച് 18-ന് കറാച്ചിയിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കപ്പൽ വന്നതുകൊണ്ട് മാത്രം തീരുന്നതല്ല അവരുടെ പ്രതിസന്ധി. പാകിസ്ഥാൻ എന്ന രാജ്യം നേരത്തെ തന്നെ സാമ്പത്തികമായി തകർന്നടിഞ്ഞ നിലയിലായിരുന്നു. ഇതിനു പുറമെയാണ് തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ TTP, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA എന്നീ സംഘടനകളുമായിട്ടുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളും അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ പ്രശ്നങ്ങളും. ഇതെല്ലാം കൂടി അവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്തിയിരുന്നു. ഈ ഒരു ദയനീയ സാഹചര്യത്തിലാണ് ഇരുട്ടടി പോലെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും വലിയ ഇന്ധനവില വർധനവും വരുന്നത്. അതോടെ പാകിസ്ഥാന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയാം. വെറും 2 മാസത്തെ ഈ ചെലവ് ചുരുക്കൽ പ്രഹസനം കൊണ്ട് തീരുന്നതല്ല പാകിസ്ഥാന്റെ ഈ വലിയ തകർച്ച. വലിയൊരു മുറിവിൽ ചെറിയൊരു ബാൻഡേജ് ഒട്ടിക്കുന്നത് പോലെ മാത്രമാണ് ഈ നടപടികൾ. സ്വന്തം നയങ്ങളും കെടുകാര്യസ്ഥതയും കാരണം പാപ്പരായ പാകിസ്ഥാന് ഈ വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി അധികകാലം ബാക്കിയില്ല എന്നതാണ് സത്യം. ഒരു രാജ്യത്തിന്റെ തകർച്ചയിൽ ഇത്ര സന്തോഷിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന നിഷ്കളങ്കരോട് ഞങ്ങളുടെ രാജ്യമാണ് ഞങ്ങൾക്ക് വലുത്. ഊണിലും ഉറക്കത്തിലും ഇന്ത്യയുടെ സർവനാശം മാത്രം സ്വപ്നം കാണുകയും അതിനുവേണ്ടി നിതാന്തം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്തിന്റെ തകർച്ചയെ പറ്റിയുള്ള ഓരോ വാർത്തയും ഞങ്ങൾക്ക് ആഘോഷമാണ്. ഈ വമ്പൻ തകർച്ച അവർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.